നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ ആദ്യ സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഇന്നിറങ്ങുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 കളി നടക്കുന്നത്. അർജന്റീനയുടെ എതിരാളികൾ ഇക്വഡോറാണ്. ഈ മത്സരത്തിൽ സാക്ഷാൽ ലിയോ മെസ്സിയെ ബെഞ്ചിലിരുത്തിയേക്കും എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. പ്ലേയിങ് 11 അദ്ദേഹം ഉണ്ടാവില്ല എങ്കിൽ പോലും അദ്ദേഹം കളിക്കും. ഇന്നലെ കോച്ച് ലയണൽ സ്കലോനി അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. ആളുകൾ മെസ്സിയെ കാണാനായിട്ട് വരുന്നവരാണ്, അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കണം. അത് 30 മിനിറ്റാണോ 60 മിനിറ്റാണോ എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്ന തരത്തിലാണ് കോച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് മെസ്സി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, ബെഞ്ചിലിരിക്കും. പക്ഷേ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വരും. ഈ മത്സരത്തിനുള്ള അർജന്റീനയുടെ സ്ക്വാഡ് പ്രോബബിൾ 11 നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്ക്വാഡ് കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള സ്ക്വാഡ് 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കളിയും അടുത്ത കളി ഗോട്ടിമാലയ്ക്കെതിരെ ആ 2 കളി കഴിയുമ്പോൾ 3 പേരെ കട്ട് ചെയ്ത് 26 അംഗ സ്ക്വാഡാക്കി മാറ്റും. അതുകൊണ്ട് ഈ കളി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ പ്രോബബിൾ ലൈനപ്പിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെ. ഡിഫൻസ് നോക്കുക, നാഹുൽ മോലിന, ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മാർക്കോസ് അക്യൂഞ്ഞ ഇവരായിരിക്കും ഡിഫൻസിൽ എന്നാണ് റിപ്പോർട്ട്. മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും ലിയാൻഡ്രോ പരേഡസും ജിയോവാനി ലോച്ചെൽസോയും ഒരുമിച്ചുണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹൂലിയൻ ആൽവാരസും ലൗട്രോ മാർട്ടിനസും ആംഗേൽ ഡി മരിയയും ഒരുമിച്ചിറങ്ങുമെന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ ഹൂലിയൻ ആൽവാരസും ലൗട്രോയും ഒരുമിച്ച് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തായാലും കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് മികച്ചൊരു വിജയം അർജന്റീനയ്ക്ക് നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകരെ കാത്തിരിക്കുന്ന വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.